എല്ലാ ടീമിൻ്റെയും അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഈ ഒരു സൈനിങ് എത്തിയിട്ട് 2 ദിവസമായി. ആ സൈനിങ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കേട്ട് തുടങ്ങിയിട്ട്, ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് കേട്ട് തുടങ്ങിയിട്ട് മാസം 2-3 കാരണം ISL അവസാനിക്കുന്നതിന് മുമ്പ്, സീസൺ അവസാനിക്കുന്ന മാസം തന്നെ കേട്ട് റൂമറാണ് ഈ റൂമർ എന്ന് പറയുന്നത്. അപ്പോൾ 2-3 മാസമായിട്ടുണ്ട്. അപ്പം റൂമർ മറ്റാരെ പറ്റിയായിരുന്നില്ല, അത് നോഹ സദോയാണ്. FC ഗോവൻ മൊറോക്കൻ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റൂമർ. അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. 2-3 ദിവസം മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സുഖമില്ലായ്മ കൊണ്ട് വീഡിയോകളൊന്നും നടത്തുന്നില്ലായിരുന്നു. അപ്പം ക്ഷമ ചോദിക്കുന്നു. ഒരാഴ്ചത്തോളമായി സുഖമില്ലാണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. 30-കാരനായ നോഹ സദോയുടെയും അഡ്രിയാൻ ലൂണയുടെയും കോംബോ കാണുവാനായി ആരാധകരെല്ലാം കാത്തിരിക്കുകയാണ് അക്ഷമരായിക്കൊണ്ട്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 5.2 കോടി രൂപയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം 30 വയസ്സാണ്. ഏതായാലും കണ്ടു തന്നെ അറിയാം നോഹ സദോയ്ക്ക് ഏത് തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ പര്യടനം തുടങ്ങിയിട്ടുണ്ട്. തായ്ലൻഡിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ നടക്കുന്നത്. ഇപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് 2 ദിവസമായി. അതേപോലെ തന്നെ അതിനിടയിൽ നിഹാൽ സുധീഷ് പഞ്ചാബിലേക്ക് പോകുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ട്രെയിനിങ്ങിൽ നിഹാലില്ല. മാർക്കസൊക്കെ പറയുന്ന പ്രകാരം പഞ്ചാബിലേക്ക് നിഹാൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ്. രാഹുൽ ട്രെയിനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈ വർഷം ഉണ്ടാകുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. സച്ചിനും ലൂണയും പ്രീ സീസണിൽ ജോയിൻ ചെയ്തിട്ടില്ല. സച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിന് ഇന്ന് തന്നെ ചിലപ്പം തായ്ലാൻഡിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതൊക്കെ തന്നെയായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പര്യടനം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. സച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സച്ചിന് ഇപ്പോൾ തിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നതെന്ന് തന്നെ ഒരു സ്റ്റോറി അതുമായി ബന്ധപ്പെട്ട് കാണാനും ഇടയായിട്ടുണ്ട്. അത് അങ്ങോട്ട് തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ലൂണേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൂണേൻ്റെ ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇടാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെന്നൈ ഒരു മികച്ച സ്കോറിനെ തന്നെ വാർത്തെടുക്കുകയാണ് ഓവൻ ഗോയലിൻ്റെ കീഴിൽ. ജോർദാൻ മൊറയൊക്കെ ടീം ഇട്ടിട്ടുണ്ട്. മൊറ ഇപ്പം ജംഷഡ്പൂരിൽ സൈൻ ചെയ്തതായി ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് ഒഫീഷ്യലായി വന്നിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജോർദാൻ മൊറേനെ ജംഷഡ്പൂർ FC സൈൻ ചെയ്തിട്ടുണ്ട്. ജംഷഡ്പൂരിൻ്റെ സൈനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഓവൻ ഗോയലിൻ്റെ കീഴിൽ ചെന്നൈ നല്ലൊരു ടീമിനെ വാർത്തെടുക്കുന്നുണ്ട്. ഒരു ഫുൾ ഇന്ത്യൻ സ്ക്വാഡിനെ ഞാൻ തോന്നുന്നു വാർത്തെടുക്കുന്നത്. അത്രത്തോളം ഇന്ത്യൻ സൈന്യങ്ങൾ നടത്തിയതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനിടെ 2-3 വിദേശ സൈന്യങ്ങൾ നടത്തിയതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അനവധി സൈന്യങ്ങൾ, 10-ന് മേലെ സൈന്യങ്ങൾ, 15-ന് മേലെ സൈന്യങ്ങൾ അവരിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ചെന്നൈയിൻ FC എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇടാൻ അതിന് മാത്രമായിട്ടൊരു പ്രത്യേക ഒരു വീഡിയോ വേണ്ടി വരും. അതിൻ്റെ ഇടയിൽ മോഹൻ ബഗാൻ 2-3 ഗംഭീര വിദേശ സൈന്യങ്ങൾ നടത്തിയിട്ടുണ്ട്. മുംബൈ സിറ്റിയും അതിനോടൊപ്പം തന്നെ ചേർത്ത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ബാംഗ്ലൂരിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. പഞ്ചാബിൻ്റെ അതുപോലെ തന്നെയാണ്. നോർത്ത് ഈസ്റ്റിൻ്റെ അതുപോലെ തന്നെയാണ്. മറ്റ് ISL ക്ലബ്ബുകൾ അങ്ങനെ അതിൻ്റെ ഇടയിലേക്ക് കൂടി പോകുന്നു. പിന്നെ ഈസ്റ്റ് ബംഗാൾ ദിമിത്രോസിനെയും പിന്നെ പഞ്ചാബിൽ നിന്നുള്ളൊരു ഒരു മിഡ്ഫീൽഡറെയും കൂടി സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അനവധി അപ്ഡേറ്റുകൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് എത്ര ചെറുതാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റ് അസുഖങ്ങളും മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ചില സ്ക്രീനുകളിലോട്ട്